അങ്ങനെ അതേ നമ്മുടെ തേജപ്പനെ സ്കൂളൊക്കെ ഇതേ ഓപ്പൺ ആവാറായി. 4-ാം തീയതി കേട്ടോ അവൻ ഓപ്പൺ ആവുക. അപ്പം എന്തായാലും ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ ഞാനും തേജും കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയ വീട്ടിൽ പോയി നിൽക്കപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റാറില്ല. ഇന്ന് പോയാൽ നാളെ വരും, അങ്ങനെയല്ല പോവാറ്. അതുകൊണ്ട് ഞാൻ കിട്ടിയ നേരം ഒന്ന് വീട്ടിൽ പോകാനായിട്ട് നോക്കാറ്. അത് പിന്നെ നമ്മൾ പെൺപിള്ളേർക്ക് അങ്ങനെ തന്നെ ആവുമല്ലോ. അങ്ങനെ നമ്മളിതേ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബസ്സുകൾക്ക് ഭയങ്കര ക്ഷാമട്ടോ. അത് പിന്നെ അങ്ങനെയാണ്. ഞങ്ങൾ പട്ടാമ്പി പോകാൻ നിൽക്കുക വെച്ചാൽ നെല്ലുവായ്ക്കുള്ള ബസ്സായിരിക്കും പോവുക. നെല്ലുവായി പോകാൻ നിൽക്കുമ്പോൾ പട്ടാമ്പിക്കുള്ള ബസ്സുകളായിരിക്കും പോവാട്ടോ. അങ്ങനെ കുറെ നേരത്തെ കാത്തുനിപ്പിന് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നെല്ലുവായി ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഡയറക്റ്റ് ബസ് നോക്കിയിട്ടോ നിൽക്കുന്നത്. നമ്മുടെ തേജപ്പൻ്റെ സുജിമോൻ ബസ് കിട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നേരെ വീടിൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങും കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടുന്ന് കയറി നേരെ വീടിൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ മൊത്തത്തിലൊരു മാറ്റമാണ് കേട്ടോ. കാരണം ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. കനാലിലൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതാകെ പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമായിരിക്കും കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് ഇങ്ങനെ പതുക്കെ നടക്കണം. അപ്പോൾ ഇന്ന് അമ്മ പണിക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പണിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതേ കനാലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗത വീട്ടിലേക്ക് കയറട്ടെ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ അതേ അമ്മ ബസ് പോണ സൗണ്ട് കേട്ടപ്പോൾ അത് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ഞങ്ങളിതേ ചെരുപ്പൊക്കെ ഊരി വേഗം കയറി ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഓടണത്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അമ്മ മീൻ കറിയും ഉപ്പേരിയും മീൻ വറുത്തതും പിന്നെ എന്തൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അത് ഉണക്കമീനാണ്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് വേഗം ചോറിനാൻ നോക്കി. തേജു ഇതൊരു മിഠായി കിട്ടിയപ്പോൾ വേഗം അത് പിടിച്ചിട്ട് നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്ത് നിന്നില്ല. ഞാൻ വേഗത എനിക്ക് വിശപ്പ് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ വേഗം ചോറ് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ തേജുവിൻ്റെ സൗണ്ട് കേട്ടിപ്പോൾ അപ്പുറത്തുനിന്ന് ഇതേ നാദൂട്ടൻ ഓടി വന്നു കേട്ടോ. നാദൂട്ടനാണെങ്കിൽ ഞാൻ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞത് അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ രണ്ടാളും സെറ്റായിട്ട് വീണ്ടും പഴയ പോലെ ഇരുന്ന് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. തേജുവിന് പിന്നെ ഇതേ ഇവിടെ വന്നതേ ഈ ഒരു ക്ലാസ് കൊണ്ടുള്ള കളിയാണ് കേട്ടോ. അത് ഇതേ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.